ബഹളം കേട്ടാണ് വന്ന് നോക്കി. ആട് എല്ലാം കൂടെ കൂടി ആട് വിളിക്കുന്ന ഒച്ച കേട്ടിട്ട് ഓടി വന്നതാ. നോക്കുമ്പോൾ ഒന്നിനെ കൊന്നു. നേരിട്ട് കണ്ടോ പുലിനെ? കണ്ടു. കണ്ടല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ചാടിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ട് പോയി അല്ലേ? ചാടിപ്പോയി. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ സംഭവം ഇങ്ങനെ പുള്ളി ഇത് കടിച്ച് പിടിച്ച് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് സാധനം പോയത്. നേരിട്ട് കണ്ടല്ലേ? നേരിട്ട് കണ്ടത്. വേറെ ആളുകൾക്കൊന്നും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത് കേരള തമിഴ്നാട് ബോർഡറായിട്ട് വരും. ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ നമ്പ്യാർകുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ രാത്രി, അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ്, ബുധനാഴ്ച രാത്രി ഇവിടെ ഒരു കർഷകൻ്റെ ഒരു ആടിനെ അവരുടെ വീട്ടിൽ വന്ന് ഒരു പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ പുലിയെ അവർ നേരിൽ കണ്ടു എന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിനി ആ ഒരു കർഷകൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാം. അവിടെ എന്താണെന്ന് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു വീട്ടിലെ ആടിനാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് തമിഴ്നാട് അതിർത്തിയാണ്. നമ്പ്യാർകുന്ന് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഈ സ്ഥലം ആർത്തോയിൽ നമ്പ്യാർകുന്ന് അല്ലേ? നമ്പ്യാർകുന്ന് ആർത്തോയിൽ. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? 8 മണി കഴിഞ്ഞ് 8:30 എങ്ങനെയാ ഇതങ്ങനെ ബഹളം കേട്ടാണ് വന്ന് നോക്കി? ആട് എല്ലാം കൂടെ കൂടി ആട് വിളിക്കുന്ന ഒച്ച കേട്ടിട്ട് ഓടി വന്നതാ. നോക്കുമ്പോൾ ഒന്നിനെ കൊന്നു. നേരിട്ട് കണ്ടോ പുലിനെ? കണ്ടു. കണ്ടല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് ചാടിപ്പോയി. ഇവിടുന്ന് അങ്ങോട്ട് പോയി അല്ലേ? ചാടിപ്പോയി. രാത്രിയില്ലേ, കാണാൻ പറ്റില്ലല്ലോ. ഓഹോ. അപ്പം ഈ ഭാഗത്ത് ലൈറ്റ് ഇട്ടുണ്ടായിരുന്നല്ലേ? ഈ ഭാഗത്ത് ലൈറ്റ് ഉണ്ടായിരുന്നായിരിക്കും. ലൈറ്റ് ഇല്ല. ടോർച്ച് അടിച്ച് നോക്കി? ഇല്ല, ഞാൻ അങ്ങനെ വെറുതെ ഇറങ്ങി വന്നല്ലേ. ഒച്ച കേട്ട ഇറങ്ങി വന്നാ. ഈ ഭാഗത്ത് ഇതിനു മുന്നേ ഇങ്ങനെ പുലിയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാ? ഇല്ല. അവിടെ ആദ്യ. ആണല്ലേ? ഇവിടെ പുലി ആദ്യ. ആണല്ലേ? മറ്റ് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടല്ലേ? മറ്റു മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ. പന്നിയുണ്ട്. പന്നി മാത്രം. ഈ ഇതിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശത്തല്ലേ മറ്റേ ഒരു പുലി കഴിഞ്ഞ ആഴ്ച ഒരു വളർത്താനേ 3 ദിവസമല്ലേ? 2-3 ദിവസമല്ലേ ഉള്ളൂ? അല്ല, 3 ദിവസമല്ലേ? 3 ദിവസമേ ഉള്ളൂ. റെജി എന്ന് പറഞ്ഞാലേ അല്ലേ? റെജിയില്ലേ? അത് ഇവിടുന്ന് അടുത്ത് തന്നെയാ അല്ലേ? നടക്കണം ഇച്ചിരി. 1/2 കിലോമീറ്റർ. വയല പുലിക്ക് അത് പ്രശ്നമില്ലല്ലോ. പുലിക്ക് വയലൊന്നും പ്രശ്നമില്ല. മുരിക്കല്ല, പുലിക്കെന്ത് വയല്? ഇവിടെ വെച്ചാ ഇവിടെ കെട്ടിയിരുന്നേ? ഇവിടെ കിടന്ന് ചോരപ്പാടുണ്ടല്ലോ. വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയിട്ട് കിട്ടി കാണിയല്ലേ? കയറ് പ്ലാസ്റ്റിക്, അതുകൊണ്ട് പ്ലാസ്റ്റിക് അതിൻ്റെ പൊട്ടി കിട്ടിയല്ലേ? പൊട്ടിയില്ലാന്ന് തോന്നുന്നു. എന്താ ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചോ? ഫോറസ്റ്റുകാരെ അറിയിച്ചു. പോലീസുകാർ ഇന്നലെ കുടിക്കൽ പോലീസുകാർ വന്ന് MLA വിളിച്ചിട്ട് MLA വന്നില്ല. കുടിക്കൽ പോലീസ് വിളിച്ച് വത്തേരി പോലീസ് വന്ന് എല്ലാവരും വന്ന്. എന്താ പറഞ്ഞേ? നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം വല്ലതും സംസാരിച്ചു? പരിഹാരം ഡോക്ടർ വന്ന് പരിശോധിച്ച് പോയി. എന്താ പറഞ്ഞു? പോസ്റ്റ്മോർട്ടം ചെയ്തു ഡോക്ടർ.
ചേട്ടൻ്റെ പേരെങ്ങനെയാ? പേര് തോമസ് ആണ്. ഇത് ആ സംഭവം ഒന്ന് വിവരിക്കാമോ ജസ്റ്റ്? ഇത് രാത്രി 9-9:30 ടൈമിൽ റൂമിനുള്ളിലായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ ആടിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവം ഇങ്ങനെ പുള്ളി ഇത് കടിച്ച് പിടിച്ച് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് സാധനം പോയത്. നേരിട്ട് കണ്ടല്ലേ? നേരിട്ട് കണ്ടത്. ഫോറസ്റ്റുകാർ വന്നപ്പോൾ അവരെന്താ സംഭവം? ഫോറസ്റ്റുകാരെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ വന്നോ? 12 മണിക്ക് 9-10 മണിക്കാണ് ഞങ്ങൾ വിളിച്ചത്. 10 മണിക്ക് വിളിച്ചിട്ട് അവർ 10, 11, 12 മണിയായിട്ട് അവർ വന്നിട്ടില്ല. പിന്നെ 12 മണി കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വണ്ടിയൊന്നുമില്ല, പിന്നെ വണ്ടിയൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞത്. രാവിലെ വരാമെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ഞങ്ങൾ 9-9:30 വരെ നോക്കിയിരുന്നു. പിന്നെ ഒരു 10-10:30 കഴിഞ്ഞപ്പോൾ അവർ വന്നു, പോലീസുകാർ വന്നു രാവിലെ. പിന്നെ പോലീസുകാർ ഒരു 6 മണിയായപ്പോൾ പോലീസുകാർ വന്നു. പോലീസുകാർ രാവിലെ അതിരാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു തമിഴ്നാട് അതിർത്തിയായിട്ട് വരും അല്ലേ? തമിഴ്നാട് അതിർത്തി എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോകുന്നെങ്കിൽ തമിഴ്നാട്. ഇത് മറ്റേ അയ്യങ്കൊല്ലിയൊക്കെ പോകുന്ന അയ്യങ്കൊല്ലി. ഇതിന് മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ? ഇതിന് മുന്നേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഇതിനൊരു 2 വർഷം മുന്നേ ഇവിടുന്ന് 1-1.5 കിലോമീറ്റർ മുന്നേ കഴിഞ്ഞിട്ട് മറ്റവിടെ ഒരു കടുവ, ഒരു കുഞ്ഞുകുട്ടൻ എന്ന് പറഞ്ഞ മൂപ്പരെ പിടിച്ച് ചെറുതായിട്ട് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കടുവ? ഓ, ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഉണ്ടോ? ഇവിടെ 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഇല്ല, തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഉണ്ട് അല്ലേ? ഓഹോ. വേറെ മൃഗങ്ങളുടെ പ്രശ്നം, ആനയുടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും? മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇപ്പോൾ ജാസ്തി ആയത്. ഇതിനു മുന്നേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ മയിൽ ഉണ്ട്, പിന്നെ കുരങ്ങുണ്ട്, പന്നിയാണ് ജാസ്തി. അല്ലേ? ആനയുടെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ആന അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അല്ല, ഫോറസ്റ്റ് അടുത്തായതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അല്ല, ആനയൊന്നുമില്ല, ആന ശല്യമൊന്നും. പുലി ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അല്ലേ? ഇത് ഇത്ര വർഷത്തിന് മുന്നേ ആദ്യമായിട്ട് സംഭവം അല്ലേ? ഇതിന്റെ നഷ്ടപരിഹാരത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അത് സംഭവം റെഡാക്കി തരാൻ, എത്ര പെട്ടെന്ന് റെഡാക്കാന്ന് പറഞ്ഞത്. അല്ലേ? ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? വേറെ ആളുകൾക്കൊന്നും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കൂട്ടിൽ കിടന്ന ആടിനെയാണ് കഴിഞ്ഞ രാത്രി പുലി വന്ന് പിടിച്ചത്. പുലിനെ ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ചോരപ്പാടുകളൊക്കെയാണ്. കയറ് മുറിഞ്ഞ് കിട്ടാത്തതുകൊണ്ട്, പൊട്ടി കിട്ടാത്തതുകൊണ്ട് അതിനെ കൊണ്ടാകാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇവിടെ വന്നായിരുന്നു. അവർ അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് തന്നെയാണ് സംസാരിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു 3 ദിവസം മുന്നേ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മാറിയിട്ടുള്ള ഒരു പ്രദേശത്ത് ഇതേ സംഭവം, ഒരു പശുവിനെ പുലി പിടിക്കുന്നൊരു സംഭവം ഉണ്ടായത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ആ ആടിൻ്റെ ഉടമസ്ഥർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഈ ഒരു വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. കഴിഞ്ഞ രാത്രി പുലി വന്ന ഒരു 8:30 ആയപ്പോൾ ഈ വീട്ടിലെ ഒരാടിനെ ആണ് കൊന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അവർ പുലിയെ നേരിട്ട് കണ്ടു. ഇവർ ഒച്ച ഉണ്ടാക്കിയപ്പോൾ പുലി ആടിനെ വിട്ടിട്ട് പോവുകയായിരുന്നു എന്നാണ് അവർ സംസാരിച്ചത്. അവരധികം ക്യാമറയുടെ മുമ്പിലൊന്നും സംസാരിക്കാത്ത ആളുകളായതുകൊണ്ട് അവർക്ക് ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ ആ ഒരു ഫീൽ ചെയ്ത്. ഏതായാലും അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പ്രദേശത്തു നിന്ന് 1/2 കിലോമീറ്റർ മാറി, അതായത് റോഡില്ല, പക്ഷേ നമ്മൾ വയലിൽ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ 1/2 കിലോമീറ്റർ ദൂരത്തിൽ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ പുലി പിടിച്ച ഒരു സംഭവം നമ്മൾ കണ്ടിരുന്നു. റെജി എന്ന് പറയുന്ന ഒരാളുടെ വെള്ളച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത്, ചീരാൽ, ആ ഒരു സ്ഥലത്തിനോട് 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു പ്രദേശമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് വന്നതും അതേ പുലി തന്നെ ആകാനായിട്ടാണ് സാധ്യത. ആ ഒരു പുലിയെ അവിടെ ട്രാപ്പ് ചെയ്യാനായിട്ട് അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊന്നും അവർക്ക് കിട്ടിയില്ല. പക്ഷേ ആ പ്രദേശത്തുള്ള പല ആളുകളും പുലിയെ നേരിൽ കണ്ടിരുന്നു, പുലി ഓടിപ്പോകുന്നത് കണ്ടിരുന്നു, ഒക്കെ പല ആളുകളും നേരിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു 3 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 3ാമത്തെ ദിവസം ഇവിടെ വീണ്ടും ഇതേപോലെ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് അങ്ങനെ പുലിയുടെ ശല്യം ഉള്ളൊരു പ്രദേശമല്ല. കാട്ടുപന്നി അതുപോലെ തന്നെ മയിലൊക്കെ ഉള്ളൂ എന്നാണ് ഇവർ സംസാരിച്ചത്. പക്ഷേ ഈ തൊട്ടടുത്ത് തന്നെ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടുന്നൊരു 2 കിലോമീറ്റർ മാറിയാൽ മതി എന്ന് പറഞ്ഞു. തമിഴ്നാട് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ്. നമ്പ്യാർകുന്ന് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.